പുലരി വന്നതു കണ്ടാളേ നിലമൊരുക്കിയതോനാണേ വെയിലു വന്നേ പാടം തെളിഞ്ഞേ കതിരു നന്നേ കാണണേ നനവിതച്ചതു പെണ്ണാണേ നിരയൊരുക്കിയതോളാണേ മണ്ണിനു നന്നേ നാളവും വന്നേ കുളിരു കൊണ്ടേ ചൂടണേ കനവു നിറയെ വിള കൊയ്യാൻ കൃഷി പാഠമറിയണം നല്ല വിത്ത് വേണ്ട വളം രോഗകീടമറിയണം മെച്ചമായി വിളയിറക്കാൻ കാലാവസ്ഥ അറിയണം ലാഭമായി വിളവിൽക്കാൻ വിപണി വിവരമറിയണം തന്താനേ 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 നിറയെ നിറയെ പദ്ധതികൾ പുതിയ വിളകൾ നിറയെ നിറയെ പദ്ധതികൾ പുതിയ രീതികൾ മലയാള കർഷകന്റെ വഴികാട്ടി കിസാൻ കൃഷി ദീപം കിസാൻ കൃഷി ദീപം കിസാൻ കൃഷി ദീപം കൃഷിദീപത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ കേരളം കടന്നുപോയത് നമ്മുടെയൊക്കെ തലമുറയിൽപ്പെട്ട ഒരാൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അത്രയും വലിയൊരു മഹാദുരന്തത്തിലൂടെയാണ്. മഹാപ്രളയം അല്ലെങ്കിൽ ഭീകരമായ പ്രളയം എന്നതിനെപ്പറ്റിയൊക്കെ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന നമുക്ക് ഇതൊരു വലിയ ദുരന്താനുഭവമാണ് നമുക്ക് സമ്മാനിച്ചത്. ആ പ്രളയ സമയത്ത് പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ആദ്യഘട്ടത്തിലെ പ്രളയം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആദ്യം 16 തീയതി പ്രളയം വരുന്നതിന് മുമ്പ് വയനാട് ജില്ലയിലും അതുപോലെയുള്ള ജില്ലകളിലും മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായിട്ടുള്ള ഭീകരമായ ഒരു പ്രളയം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വയനാട്ടിലേക്ക് ചെല്ലുമ്പോൾ യുദ്ധക്കളം പോലെയായിരുന്നു. കൃഷിയിടങ്ങളെല്ലാം നൂറുകണക്കിന് ഉരുൾപൊട്ടലുണ്ടായി. കൃഷിയിടങ്ങളെല്ലാം റോട്ടിലേക്കും അതിൻ്റെ സ്ഥലങ്ങളെല്ലാം തന്നെ തകർന്ന നിലയിലായിരുന്നു. ഞാൻ ആ പ്രദേശങ്ങളിലെല്ലാം സന്ദർശിച്ച ഒരാളാണ്. ഹൃദയം തകരുന്ന കാഴ്ചയായിരുന്നു വയനാട് ജില്ലയിൽ നമ്മൾ ആദ്യം കണ്ടത്. അതുപോലെ തന്നെയായിരുന്നു മലപ്പുറം ജില്ലയിലെ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയും നിരവധി ജീവനുകൾ എടുക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായി. അതിനുശേഷമാണ് 15 തീയതി മുതൽ ആരംഭിച്ച മഴ പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ മഹാമാരിയായിട്ട് മാറുകയും അതൊരു ഭീകരമായ പ്രളയത്തിലേക്ക് അത് വളരുകയും ചെയ്തു. ആ സന്ദർഭത്തിലും ഞാൻ തൃശ്ശൂരിലും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ എറണാകുളം ജില്ലയിലെല്ലാം ഉണ്ടായിരുന്നതാണ്. അതുപോലെ കുട്ടനാട് പ്രദേശങ്ങളിലും ആദ്യഘട്ടത്തിലും കുട്ടനാട് പ്രദേശത്തുണ്ടായിരുന്ന പ്രളയം, ആ പ്രളയത്തിൽ 10,000-കണക്കിന് ഹെക്ടർ പ്രദേശം അന്നേ തന്നെ മുങ്ങിപ്പോവുകയുണ്ടായി. അതിനുശേഷം മട കുത്തി എല്ലാം ശരിയാക്കി വരുമ്പോഴാണ് 15 തീയതി മുതൽ ആരംഭിച്ച മഴ കുട്ടനാടൻ പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ വീണ്ടും തകർത്തെറിഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന മടകളെല്ലാം വീണ്ടും തകർന്നുപോയി. അതുപോലെ ഇടുക്കി ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടൽ മൂലം കാർഷിക മേഖല പൂർണ്ണമായിട്ട് ഒലിച്ചു പോകാനുണ്ടായത്. ഒരു 2,500ഓളം ഹെക്ടർ പ്രദേശത്തുണ്ടായിരുന്ന ഏലം കൃഷി പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നതും ഞാനവിടെ പോയി കാണുകയുണ്ടായി. ഞാൻ ഇടുക്കി ജില്ലയിലും ഈ സന്ദർഭത്തിൽ തൊട്ടു മുമ്പായി സന്ദർശനം നടത്താൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കർഷകൻ്റെ കണ്ണീർ പാടങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അതിഭീകരമായ അവസ്ഥയാണ് അപ്പോഴും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടനാടൻ മേഖലയിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു കണ്ണീരിൽ നിന്നും കരകയറാൻ കർഷകർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തം. ഇക്കഴിഞ്ഞ പ്രളയകാലം ചരിത്രത്തിൽ ഇടം നേടിയത് അങ്ങനെയാണ്. മലയാള നാട്ടിലാകെ പേമാരിയും മണ്ണിടിച്ചിൽ, മടവീഴലും ഉരുൾപൊട്ടലും. സമാനതകളില്ലാത്ത ദുരിത കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.
മലയാളക്കരയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ പ്രളയജലം കാർഷിക മേഖലയെയും പിടിച്ചുലച്ചു. കർഷകരുടെ സ്വപ്നങ്ങൾക്കുമേലെ കാർമേഘങ്ങൾ കരിനിഴൽ വീഴ്ത്തി. നെൽകൃഷിക്കൊപ്പം പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ കൃഷിയും പാടെ നശിച്ചു. വെള്ളപ്പൊക്കം കൃഷിയും കൃഷിയിടങ്ങളും നശിപ്പിച്ച കാഴ്ചയാണെങ്ങും. തെക്കൻ കേരളത്തിലെ പ്രധാന കാർഷിക മേഖലയായ വെള്ളായണി കല്ലിയൂർ പ്രദേശമാണിത്. ഓണവിപണിയിൽ താരമാകേണ്ട ഈ പ്രദേശത്തെ പച്ചക്കറികൾ ഇക്കുറി വിപണി കണ്ടതേയില്ല. ഇവിടത്തെ മലക്കറി കൃഷിയിടങ്ങൾ കഴിഞ്ഞ 1 മാസത്തോളം വെള്ളത്തിനടിയിലായിരുന്നു. ആദ്യ വെള്ളപ്പൊക്കത്തിനു ശേഷം ചുരുക്കം ചില കർഷകർ പയറ്, പാവല് തുടങ്ങിയവ കൃഷി ആരംഭിച്ചുവെങ്കിലും അത് പന്തലോടുകൂടി വെള്ളം പിഴുതെറിഞ്ഞു. അതിജീവിച്ച പണകളിൽ വെള്ളം കയറി പയർവള്ളികൾ മൂട് ചീഞ്ഞഴുകി. വിൽപ്പനയ്ക്ക് തയ്യാറായ പച്ചപ്പയറൊക്കെയും കേടായി. കുലച്ച വാഴകളും വെള്ളം കെട്ടിനിന്ന് അഴുകി നശിച്ചു. വെള്ളം കുത്തിയൊലിച്ച് കൊണ്ടുപോയ വാഴകളുടെ കണക്ക് വേറെ. തിരുവനന്തപുരം ജില്ലയ്ക്കും കുറച്ചൊക്കെ കൊല്ലം ജില്ലയ്ക്കുമൊക്കെ പച്ചക്കറിയും ഏത്തക്കൊല മറ്റുള്ള പഴവർഗ്ഗങ്ങളൊക്കെ പോകുന്ന ഒരു പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാർഷിക പ്രദേശത്താണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്. പാപ്പാഞ്ചാണി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എന്നോടൊപ്പമുള്ളത് സുധാകരൻ. ഇദ്ദേഹം പാടശേഖര സമിതി കൺവീനറും കൂടിയാണ്. ഏത് പാടശേഖരമാണ്? പണ്ടാരക്കരി പാടശേഖരം. ഇവിടെയുള്ള ഒരു കൃഷിയുടെ അവസ്ഥ എന്താണ്? എന്ന് പറഞ്ഞിരുന്നാൽ മഴ സമയം വന്നിരുന്നാൽ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാടശേഖരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത്തവണത്തെ മഴയെന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മളൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള മഴയാണ്. ഒരു 20 വർഷത്തിനിപ്പുറമായിട്ട് ഏറ്റവും വലിയ മഴയായിരുന്നു. അങ്ങനെ വണ്ടികളെല്ലാം അല്ല, ഇതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലെന്നാണ്. പഴയ ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് വന്നതായിട്ട് ഓർമ്മയില്ല. ഈ പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുക, ഒഴിഞ്ഞിട്ടില്ല. ഇത് ഏത് ലെവൽ വരെ ഇവിടെ വെള്ളം വന്നിരുന്നു? ഇവിടെ ഇപ്പോൾ കണക്കാക്കുമ്പോൾ ഈ പാടത്ത് തന്നെ ഒരു 13 അടിയോളം വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. 13 അടിയോ? 13 അടി പാടത്ത് വെള്ളം. ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന റോഡിലാണ്. റോഡിൽ തന്നെ വഞ്ചി പോകുന്ന വെള്ളമുണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ എന്തൊക്കെ കൃഷിയാണ് പെട്ടെന്ന് പറയാനുള്ളത്? ഇവിടെ വെള്ളരിയുണ്ട്, വെണ്ടയുണ്ട്, പയറ്, പാവല്, യാത്തൻ, ചീര, പിന്നെ ചെറിയ ഐറ്റങ്ങൾ, മുളക്, ഇങ്ങനെയുള്ള കത്തിരി, വൈദ്യുതി, അങ്ങനെ. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തിനും ഈ പറഞ്ഞ കൊല്ലം ജില്ലയ്ക്കുമൊക്കെ മലക്കറി യഥേഷ്ടം പോരുന്ന സ്ഥലമാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ലോറികൾ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാൻ പച്ചക്കറി കൊണ്ടുപോയിരുന്ന സ്ഥലമാണ്. എക്സ്പോർട്ടിംഗ് ഉണ്ട്, എക്സ്പോർട്ടിംഗ് ഇവിടെ നിന്നുണ്ട്, വിപണിയുണ്ട്. ഇന്നത്തെ ഇതിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം കയറിയതുകൊണ്ട് എല്ലാം കൃഷിക്കാരെല്ലാം ഒരു ആയിരം കൃത്യമായ പ്രവർത്തനത്തിലേക്ക്. അല്ല, അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ? വീടുകളിലൊന്നും വെള്ളം ഇറങ്ങിയില്ല. ഈ കരവാര നമ്മുടെ പാടത്തിന്റെ സൈഡിലുള്ള വീടുകളൊന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. അതിന് ദിവസങ്ങളെടുക്കും. അങ്ങനെ ഒരു സാഹചര്യമായ ഒരു സ്ഥലമാണ്. വീടുകളിലുള്ള കന്നുകാലികൾ, അതിന്റെ ഒരു അവസ്ഥ എന്താണ്? കുറച്ചൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുന്നുണ്ട്. കുറച്ചൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ മൊത്തമുള്ള ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. പലയിടങ്ങളിലും പശുക്കളും മറ്റ് ആടും ഒക്കെ കോഴിയും ഒക്കെ ചത്തുമരണം അല്ലേ? ഇവിടെ അത്തരത്തിൽ നോക്കിയാൽ ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്നാൽ കൃഷി പരിപൂർണമായിട്ട് വെള്ളത്തിൽ അങ്ങനെ തന്നെ. ശരി, എന്താ പേര്? പേര് സദാശിവൻ. സദാശിവൻ, ഈ പ്രദേശത്തിന് എന്താ പറയുക? നെടിഞ്ഞൽ എന്ന് പറയുന്നത്. നെടിഞ്ഞൽ. ഇത് കല്ലിയൂരിന്റെ തെക്കേ ഭാഗമായിട്ടാണ്. കല്ലിയൂർ പഞ്ചായത്തിന്റെ തെക്കേ അറ്റം, വെങ്ങാനൂർ പഞ്ചായത്തിന്റെ വടക്കേ അറ്റമായിട്ട് വരും. ഈ പാടശേഖരം ഉദ്ദേശം എത്ര ഏക്കർ അല്ലെ ഹെക്ടർ കൃഷിയാണ്? 25 ഹെക്ടറിൽ കൂടുതൽ വരും. 25 ഹെക്ടറിലും പച്ചക്കറിയും വാഴയും. പച്ചക്കറി, വെണ്ട, പിന്നെ പയറ്, പാവല്, വെള്ളരി, ചീര. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ചീരയാണ്. ഇതെല്ലാം തന്നെ ഇപ്പൊ വെള്ളത്തിൽ പോയ കാഴ്ചയാണ്. വെള്ളത്തിൽ പോയി. എല്ലാം മഴ വന്നപ്പോ എത്രമാത്രം വെള്ളം പൊന്തി? ബണ്ടൊക്കെ ഏകദേശം ഇത്രത്തോളം അളവ്, ഇളിക്ക മുകളിലുള്ള അളവ് വെള്ളം വന്നു കഴിഞ്ഞു. അത് ശരി. എന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായപ്പോഴേക്കും കുറച്ച് അധികം ഇറങ്ങിപ്പോയി.
അപ്പോൾ ആറ്റിൽ വെള്ളം കുറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ എന്തായാലും കടല് വെള്ളം എടുത്താൽ തന്നെയല്ലേ പുഴയിലെ വെള്ളം കുറയുള്ളൂ. ഇതും പൂർണ്ണമായി ഒഴിഞ്ഞു പോകുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ പച്ചക്കറിയും വാഴയും ഒക്കെ തന്നെ എല്ലാം ചീഞ്ഞു പോകും. ഒന്നും ചെയ്യില്ല. വേരുകളെല്ലാം ചീഞ്ഞു കഴിഞ്ഞു. പച്ചക്കറി ആകുമ്പോൾ 24 മണിക്കൂറൊക്കെ തന്നെ ചീഞ്ഞു തുടങ്ങും. 24 മണിക്കൂർ കൊണ്ട്. അത് ശരി. ഇപ്പൊ തന്നെ പയറ് നമ്മൾ കാണുക. അതെല്ലാം ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നാളെ ആയിട്ടൊക്കെ എടുക്കേണ്ടതായിരുന്നു. ഏകദേശം എത്ര കിലോ കിട്ടുമായിരുന്നു? ഒരൊറ്റ ഫ്ലോട്ടിൽ തന്നെ ഏകദേശം 200-250 മുകളിൽ 300-നകത്തുള്ള കിലോ പയർ കിട്ടേണ്ടത്. ഒരു ദിവസം പറിക്കാൻ കിട്ടിയതിന് ഒന്നോട്ടുള്ള ദിവസങ്ങളിലാണ് പറിക്കുന്നത്. ഇപ്പൊ വാഴയ്ക്കും പ്രയാസങ്ങൾ വന്നില്ല? വാഴയ്ക്ക് പ്രയാസം തന്നെ. വാഴയെല്ലാം ഓണത്തിന് അത്യാവശ്യം കൊല കിട്ടുന്ന രീതിയിലേക്ക് വന്നിരുന്നതാണ്. അതിലെന്തായി? അത് ഇനി ഒന്നും കിട്ടൂല. എല്ലാം മഴയെല്ലാം ചീഞ്ഞു. കായെല്ലാം പച്ചക്കറിക്ക് അഥവാ വീട്ടിൽ നമുക്കൊരു മറ്റുള്ള കറികൾ എന്തെങ്കിലും വെക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചൂടെ കായ? ഇല്ല, പറ്റില്ല. സാധ്യമല്ല. മണമുണ്ടാകും, സ്മെല്ലുണ്ടാകും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി ആണെങ്കിലും വാഴയാണെങ്കിലും ഈ പ്രദേശത്ത് തെക്കൻ കേരളത്തിൽ ഉള്ള ഒരു കാർഷിക കേന്ദ്രമാണ് കല്ലിയൂർ. ഇവിടെയുള്ള വിളകളൊക്കെ തന്നെ വെള്ളം കയറി നശിച്ചിരിക്കുക. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളെ പൂർത്തീകരിച്ച് വരികയാണ്. അതിനുള്ള ഉടനടി തന്നെ അതിനുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങൾക്കുമുള്ള നടപടികളും നടന്നു വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർഷകർ വളരെ ദുരിതത്തിലാണ്. ഈ മഴയത്തുണ്ടായിട്ടുള്ള ഈ വെള്ളം പൂർണ്ണമായും എത്രയും വേഗം ഒഴിഞ്ഞു പോകട്ടെ. ഇനിയൊരു നല്ല കാലത്തേക്ക് നമുക്കൊരു നല്ല പ്രതീക്ഷ വെച്ച് പുലർത്താം. ഇപ്പൊ തന്നെ ഈ മഴ വന്നത് നമ്മളൊരു പ്രതീക്ഷയില്ലാതെയാണ് ഇത്രയേറെ വെള്ളം വന്നത്. കേരളം ഒട്ടുക്ക് തന്നെ വലിയ ദുരിതത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ മാറ്റം ഇതിലുണ്ടാകട്ടെ എന്നും കൃഷിദീപം ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓരോ കൃഷിയിടവും കർഷകന്റെ സ്വപ്നഭൂമിയാണ്. അവിടെ വിളയുന്ന കായ്കനികൾ കർഷകർക്ക് സ്വപ്ന സാഫല്യവുമാണ്. പ്രത്യേകിച്ചും ഓണക്കാലത്ത് സ്വപ്നങ്ങൾക്ക് വർണ്ണപ്പകിട്ട് ഏറെയുണ്ടാവും. ഓർക്കാപ്പുറത്തെത്തിയ പേമാരി ആഞ്ഞു പതിച്ചത് ഈ സ്വപ്നഭൂമിയിലാണ്. തകർത്തെറിഞ്ഞത് ലക്ഷക്കണക്കിന് കർഷകരുടെ സ്വപ്നങ്ങളെയും. എന്നാൽ ഇവിടെ കർഷകർ തനിച്ചായില്ല. ദുരിതം വിതച്ച കൃഷിയിടങ്ങളിൽ കൃഷി വകുപ്പെത്തി കർഷകർക്കൊപ്പം നിന്നു, സഹായമായി, സാന്ത്വനമായി. എത്രമാത്രം ഏരിയയിൽ ഇവിടെ പച്ചക്കറിയുടെ ഒരു നഷ്ടം നമ്മൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും? പച്ചക്കറി മാത്രം എടുത്താൽ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള വിളകളും ആലോചിക്കാറില്ല? കല്ലിയൂർ കൃഷിഭവന്റെ ഏരിയയിൽ നമ്മൾ 45 ഹെക്ടറിൽ 9 ക്ലസ്റ്ററിനായിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ക്ലസ്റ്റർ ഉൾപ്പെടാതെ തന്നെ ധാരാളം കർഷകർ ഇവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. കർഷകരുടെ ഒരു കൂട്ടായ്മ ചെയ്യുന്ന കൃഷിയാണ് ക്ലസ്റ്റർ. അതെ. അങ്ങനെ എത്ര ക്ലസ്റ്ററുകളുണ്ട്? 9 ക്ലസ്റ്റർ. ഒരു ക്ലസ്റ്ററിൽ 5 ഹെക്ടർ വെച്ച് മൊത്തം 45 ഹെക്ടർ നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ശരി. അപ്പൊ അതിലൊരു നമ്മുടെ ലോസ് അസസ് ചെയ്തപ്പോ ഫീൽഡ് തലത്തിലേക്ക് പോയി ഈ വെള്ളത്തിൽ ഉൾപ്പെടെ പോകാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സാങ്കേതികമായിട്ടുണ്ട്. അതല്ലാതെ നോക്കിയാൽ എന്താണ് ഒരു അസസ്മെന്റ്? മൊത്തത്തിൽ 1 കോടിക്ക് മുകളിൽ നഷ്ടം വന്നിട്ടുണ്ടാണ് നമ്മളൊരു ഫസ്റ്റ് ഇൻക്വസ്റ്റിൽ നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു പഞ്ചായത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 1 കോടിയിലേറെ രൂപയുടെ നഷ്ടം അസസ് ചെയ്യുന്നു എന്നാണ്. ഇതിനൊക്കെ തന്നെ നമുക്ക് പ്രകൃതിക്ഷോഭത്തിന്റെ നാച്ചുറൽ കലാമിറ്റി ഫണ്ടിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. തീർച്ചയായും. അപ്പൊ അതിനുള്ള സാധ്യതയുണ്ട്. കർഷകർ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ തീർച്ചയായും അപേക്ഷകൾ ധാരാളം ലഭിക്കുന്നുണ്ട്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതെന്തായിരുന്നു? ഇപ്പൊ ഓണമെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയി. എന്തായിരുന്നു തയ്യാറെടുപ്പ്? ഓണത്തിന് നമ്മൾ ഈ ക്ലസ്റ്റർ ബേസിസിൽ ധാരാളം അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഓണത്തിന് മാത്രമല്ല, ഈ പണ്ടാരക്കര ഏരിയയിൽ മൊത്തത്തിൽ നമ്മൾ വലിയൊരു കണക്കാക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് കൃഷി നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും മാസങ്ങളിലും ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. തീർച്ചയായും. നെൽകൃഷിയുടെ സാഹചര്യം എന്തായിരുന്നു? എന്താണ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്ങനെയായിരുന്നു നെൽകൃഷി? എത്ര സീസൺ കൃഷി ചെയ്തിരുന്നു? 2 സീസണിലാണ് നെൽകൃഷി ചെയ്തു വന്നിരുന്നത്. 4 പാടശേഖരമുണ്ട്. വെള്ളായണി കാലിനോട് ചേർന്ന് 3 പാടശേഖരം. അതില് മാംഗ്ലിക്കരി പാടശേഖരം കുറെ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യാതിരുന്നത് ഈ 2018 ജനുവരിയിൽ നമ്മൾ കൃഷി ഇറക്കി. പക്ഷെ പിന്നീട് ഈ 1-ാം വിള സമയം അടുപ്പിച്ച് നിർത്താതെയുള്ള പേമാരി വന്നപ്പോഴത്തേക്കും പമ്പിംഗ് മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ട് നമുക്ക് അവിടെ 1-ാം വിള കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത, വെള്ളം ഒരല്പം കൂടുമ്പോൾ തന്നെ പമ്പ് ചെയ്ത് വെള്ളം വറ്റിച്ചുകൊണ്ട് തന്നെയല്ലേ കൃഷിയിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അതെ. ഇപ്പൊ ഈ മഴ പെയ്തതോടുകൂടി അതിനുള്ള സാധ്യത ഇല്ലാണ്ടായി. തീർച്ചയായും കേരളത്തിൽ ഒട്ടുക്കും ഈ മഴക്കെടുതി കാർഷിക മേഖലയിലും മനുഷ്യരുടെ ജീവിതത്തിലുമൊക്കെ
വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ തിരിച്ചു വരാനാവാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ സർക്കാരും ഒപ്പം തന്നെ കൃഷി വകുപ്പും വളരെ ശക്തമായുള്ള പ്രവർത്തനങ്ങളിലാണ് മുഴുകുന്നത്. നാട്ടിലുള്ള ജനങ്ങളുടെ, ഉദാഹരണം പാടശേഖര സമിതികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു സഹകരണം, സുധാകരന്റെ സഹകരണം, ഇതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ കൂടെ ഇപ്പൊ ക്ലസ്റ്റർ കൺവീനർ ആയാലും പാടശേഖര സമിതി അംഗങ്ങളെ നമ്മളോട് നല്ല രീതിയിലാണ് സഹകരിച്ചു പോകുന്നത്. ഇപ്പൊ കർഷകർ വന്ന് പറഞ്ഞെങ്കിലും അവര് പലരും നമ്മളോട് വളരെ തീർച്ചയായും 100% കൃഷിനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ പോലും അവർ പറയുന്ന അന്യ ജില്ലയിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന നഷ്ടം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃഷി മാത്രമേ നശിച്ചിട്ടുള്ളൂ. ഇവൻ ഇവിടുത്തെ കർഷകർ അന്യ ജില്ലകളിലെ കുടിവെള്ളവും മറ്റ് സഹായ സഹകരണങ്ങളായിട്ട് ഇപ്പൊ നമ്മുടെ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ പോയി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്, മെന്റാലിറ്റി ഇപ്പം നാശത്തിനിടയ്ക്ക് നിന്നും ആൾക്കാർ വോളണ്ടിയേഴ്സ് ആയിട്ട് പോയിരിക്കുന്നുണ്ട്. ഒരു വലിയ കാഴ്ച തന്നെയാണ് ഈ പറയുന്നത്. തീർച്ചയായും. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ അവധിയൊന്നും നോക്കാതെ തന്നെ കൃഷിഭവനുകൾ, കൃഷി ഓഫീസറാണെങ്കിലും അസിസ്റ്റന്റുമാരാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുകയല്ലേ. ഈ ഒരു ചാലഞ്ചിനെ നമ്മൾ ഏറ്റെടുക്കാൻ കൃഷിഭവൻ എത്രമാത്രം സജ്ജമാണ്? നമ്മൾ ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഇറിഗേഷന്റെ മെയിൻ പ്രശ്നം. ഇപ്പൊ കൃഷി വകുപ്പ് ആനുകൂല്യങ്ങൾ ധാരാളം നൽകുന്നുണ്ട്, വിത്തും വളവും ഒക്കെ ആയിട്ടും അല്ലാതെ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട്. എന്നിരുന്നാൽ പോലും ഇറിഗേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ കർഷകർക്ക് ഇവിടെ ഈ കൃഷി ചെയ്ത് എന്തെങ്കിലും ലാഭം നേടാൻ കഴിയുള്ളൂ. വെള്ളത്തെ ഒഴിവാക്കാനും ആവശ്യാനുസരണം കൊണ്ടുവരാനും ഒക്കെ സാധിക്കുള്ളൂ എന്നാണ് ഈ പറയുന്നത്. ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉള്ള ഒരു റിക്വയർമെന്റ് ആണ്. ജലസേചനത്തിന്റെ സൗകര്യം, ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ കാര്യങ്ങൾ ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആകേണ്ടതുണ്ട്. പ്രാദേശിക തലത്തിലും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് ഒരു വലിയ ശുഭപ്രതീക്ഷ ഇനിയുള്ള നാളുകളിൽ കാർഷിക മേഖലയിലാണെങ്കിലും മനുഷ്യരുടെ ജീവനും സ്വത്തിനുമുള്ള ഇനിയുള്ള ഒരു മുന്നേറ്റത്തിനും ഒക്കെ ഉള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നന്ദി, നമസ്കാരം. ദുരിത പെയ്ത്തിന്റെ കൃഷി ദുരിതങ്ങൾ കേരളമെങ്ങും അലയടിച്ചു. 12 ജില്ലകളിൽ കൃഷിക്ക് കാര്യമായ നാശം സംഭവിച്ചു. കൃഷിനാശത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി വരുന്നതേയുള്ളൂ. ഓരോ കൃഷിഭവനിലും ഇതിനാവശ്യമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നഷ്ടം സംഭവിച്ച കർഷകർ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ ചെന്ന് ഇതിനായുള്ള ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകണം. കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകും. ഓരോ ജില്ലയിലും സംഭവിച്ച കൃഷിനാശത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്തി കൃഷി ഡയറക്ടർക്ക് സമർപ്പിക്കണം. അതനുസരിച്ച് കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യും. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇത്തവണ സംഭവിച്ചിട്ടുള്ള വിഷയമാണ്. പറഞ്ഞറിയിക്കാനാവാത്തത്ര ദുരന്തം. തലമുറയിൽ തന്നെ ആരും പറഞ്ഞു പോലും കേട്ടു. കൃഷിനാശം എന്ന് പറയുന്നത് കർഷകരുടെ പക്കലുള്ള എല്ലാം നശിച്ചു പോയ ഒരവസ്ഥയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ പ്രയാസങ്ങൾ നേരിടുകയാണ്. ഒരു കാർഷിക നഷ്ടം, കർഷകരുടെ ഭാഗത്തുള്ള പല വിളകളുടെയും നഷ്ടത്തിന്റെ ഒരു അസസ്മെന്റിലേക്ക് കൃഷി വകുപ്പ് പോയിട്ടുണ്ട്. யாரும் വിചാരിക്കാതെ ഒരു വെള്ളപ്പൊക്കവും, யாரும் വിചാരിക്കാതെ ഒരു മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കാരണം ഒരുപാട് നഷ്ടങ്ങൾ കൃഷി മേഖലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇതുവരെ 50,000 ഹെക്ടർ കൃഷിഭൂമി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് 2,80,000 കർഷകർ പൂർണ്ണമായി അഫക്റ്റ് ആയിട്ടുണ്ട് കേരളത്തിൽ ഒട്ടുക്ക്. ഇതിൽ ഒരു പക്ഷേ വടക്കൻ ജില്ലയെ കാസർഗോഡിനെ കുറിച്ച് ഒഴിവാക്കാനുണ്ടോ? കാസർഗോഡ് ജില്ലയും പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിൽ ചില ഏരിയാസും ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ച് 1,000 കോടി, മിനിമം 1,000 കോടി രൂപയ്ക്കുള്ള നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. 1,000 കോടി രൂപയുടെ നഷ്ടം ഇതുവരെ റിപ്പോർട്ടഡ് ലോസ് ആണ്. നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് കർഷകർ ഒരാഴ്ചക്കകം കൃഷിഭൂമിയിൽ ഉണ്ടായിട്ടുള്ള നഷ്ടത്തെ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ അനുസരിച്ച് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് ഇൻഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ക്ലെയിംസ് അവർക്ക് ഉടനെ തന്നെ കിട്ടത്തക്ക രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവനുകൾ വളരെയേറെ എക്യുപ്ഡ് ആണ്. അതെ, ഞായറാഴ്ചകളിൽ പോലും പ്രവർത്തിക്കുന്നു. അതെ, അനേകം ജില്ലകളിൽ. തൃശ്ശൂർ ജില്ലയിലൊക്കെ നോക്കിയാൽ കോൾ നിലങ്ങൾ പരിപൂർണമായിട്ടും
വെള്ളത്തിനടിയിലാണ്. അതെ അതെ. ഒരാഴ്ച 1.5 ആഴ്ച ഇപ്പൊ പിന്നിട്ടിട്ടും അതെ വെള്ളത്തിന് വലിയ കുറവുകളൊന്നും സംഭവിച്ചില്ല. നെൽകൃഷിക്ക് പരിപൂർണമായ നാശമാണ്, വലിയ നാശം. ഓണത്തിന് വേണ്ടിയിട്ടുള്ള പഴങ്ങളാണെങ്കിലും നേന്ത്രക്കുലയാണെങ്കിലും ഒപ്പം തന്നെ പച്ചക്കറി ആണെങ്കിലും ഒക്കെ ഇതെല്ലാം പരാജയപ്പെട്ടിരിക്കുക. കർഷകരുടെ ദുരിതം എന്തുകൊണ്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതൊരു വലിയ ചാലഞ്ച് അല്ലേ? അതെ അതെ. ഞങ്ങള് കൃഷി വകുപ്പ് ഈ ചാലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ രീതിയിൽ ഞങ്ങള് എല്ലാ സഹായവും നൽകി വരുന്നുണ്ട്, നൽകാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതുവരെ കർഷകർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലെയിംസ് ഉടനെ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യും. കർഷകർക്ക് ഇൻഷുറൻസ് എടുക്കാതെ കർഷകർക്ക് ഉടനെ തന്നെ നാച്ചുറൽ കലാമിറ്റി ഫണ്ടിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ അവർക്കുള്ള നഷ്ടപരിഹാരം ഫണ്ടുണ്ട്, നാച്ചുറൽ കലാമിറ്റി ഫണ്ടുണ്ട്. ഉദാഹരണം, കർഷകർ ഇപ്പൊ നെൽകൃഷി സംബന്ധിച്ച് കർഷകർ ഓൾറെഡി ക്രോപ്പ് ഇൻഷുറൻസ് സ്റ്റേറ്റ് ക്രോപ്പ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 35,000 രൂപ നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾ തരുന്നുണ്ട്. പക്ഷെ എടുക്കാതെ കർഷകർക്ക് 13,500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. നെൽകൃഷി ചിലപ്പോൾ വാഴ കൃഷിയാണെങ്കിൽ ഒരു വാഴയ്ക്ക് വേണ്ടി ഗവൺമെന്റ് 100 രൂപ തരുന്നുണ്ട്. പക്ഷെ കർഷകർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 300 രൂപ വരെ കിട്ടും. നല്ല തുകയാണ്. നല്ല തുകയാണ്. പലപ്പോഴും നമ്മുടെ കർഷകർക്കും ജനങ്ങൾക്കും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും വരാവുന്ന ഒരു സംശയം, വിള ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് ഇതിൽ യാതൊരു സാധ്യതയും ഇല്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. രജിസ്റ്റർ ചെയ്യപ്പെട്ട കർഷകർ എവിടെയാണ് സമീപിക്കേണ്ടത്? അത് തൊട്ടടുത്തുള്ള കൃഷിഭവനെ ബന്ധപ്പെട്ടാൽ മതി. കൃഷിഭവൻ അവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറെ ബന്ധപ്പെട്ടാലും മതി. ജില്ലാ ലെവലിലെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസും ബന്ധപ്പെട്ടാലും മതി. ശരി. കൃഷിഭവനുകളിൽ കൃഷി ഓഫീസർമാരും കൃഷി അസിസ്റ്റന്റുമാരും ഇപ്പോ ഏകദേശം 24 മണിക്കൂറും ജോലി ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന വകുപ്പാണല്ലോ. അതെ 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 അതെ. ഇപ്പോ അവധിയെല്ലാം ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇപ്പൊ നിലവിൽ അവധി ഒന്നുമില്ല. ഞങ്ങള് ഫുൾ ടൈം 24/7 ആണ് ഞങ്ങൾ കൃഷി വകുപ്പ് മന്ത്രി തൊട്ട് താഴെ ഉള്ള ഉദ്യോഗസ്ഥർ വരെ 24 മണിക്കൂർ ഞങ്ങൾ ജോലി ചെയ്തു വരുന്നു. കർഷകരോടൊപ്പം സർക്കാരുണ്ട്. കർഷകർക്കുള്ള എല്ലാ സഹായവും നൽകാനും അവർക്ക് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. മലയാളികൾക്ക് ഈ വർഷം ഓണമില്ല. മഴയെ തൊലിച്ചുപോയി. അതെ. കൃഷി യാതൊന്നും തന്നെ ഫീൽഡിൽ കാണാൻ പോലും. അതെ. നമ്മൾ നിൽക്കുന്നത് കല്ലിയൂർ മേഖലയിലാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഒരുപക്ഷെ തെക്കൻ കേരളത്തിന്റെ തന്നെ പഴം പച്ചക്കറി കാർഷിക കേന്ദ്രമാണ്. അനേകം ഏക്കറുകൾ കണക്കിന് ലോസ് വന്നിരിക്കുകയാണ്. ഈ ഒരു പാക്കേജ് രൂപത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് കൂടുതലൊരു സഹായമാവില്ലേ? അതിന് ഉള്ള ഒരു സമീപനം, എന്ത് സമീപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഉടനടി തന്നെ സ്വീകരിക്കാൻ ആലോചിക്കുന്നത്? ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഉടനെ തന്നെ അടുത്ത കൃഷി തുടങ്ങാൻ വേണ്ടിയുള്ള നടപടി എടുത്തിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ വർഷം കർഷകർക്ക് വിത്തുകൾ സൗജന്യമായിട്ട് തന്നെ ലഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നെൽകൃഷി ആകട്ടെ, അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയാകട്ടെ, എല്ലാം തന്നെ സൗജന്യമായിട്ട് വിതരണം ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ഓരോരോ മേഖലയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, തീരുമാനങ്ങൾ. ഉദാഹരണം, കുട്ടനാട് മേഖലയെ സംബന്ധിച്ച് ബണ്ടിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഡിപ്പാർട്ട്മെന്റ് ഉടനെ തന്നെ നൽകും. ഓൾറെഡി 20% ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അത് പാടശേഖര സമിതി വഴി തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്രാവശ്യം ഈ ടെൻഡർ നടപടിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് തന്നെ പാടശേഖര സമിതികൾ വഴി ഞങ്ങൾ ഈ ബണ്ട് എല്ലാം പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ട്. വിള നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ മാത്രമായി കൃഷി വകുപ്പിന്റെ സഹായം ഒതുങ്ങുന്നില്ല. ദുരിതപ്പെയ്ത്തിനെ അതിജീവിച്ച കാർഷിക വിളകളുടെ വിപണനത്തിലും ഉദാരപൂർണമായ സഹായ പദ്ധതികളാണ് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്നത്. വിൽപ്പനയ്ക്കെത്തുന്ന വിളകൾക്ക് കൂടുതൽ വില നൽകുക, അതുവഴി കർഷകർക്ക് തുടർന്നും കൃഷി ചെയ്യുന്നതിനുള്ള കരുത്തും പിന്തുണയും നൽകുക, അതാണ് കൃഷി വകുപ്പിന്റെ ലക്ഷ്യം. ഓണക്കാലം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളവെടുപ്പ് കാലമാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതും ഓണക്കാലത്താണ്. പക്ഷേ ഇത്തവണ കോരിച്ചൊരിഞ്ഞ പേമാരിയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും ചേർന്ന് മലയാളക്കരയുടെ കൃഷി ഭൂപടത്തെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു.
പക്ഷേ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഒരു പ്രളയ ദുരന്തത്തെ ജനങ്ങളുടെ ഒത്തൊരുമ കൊണ്ട് അതിജീവിച്ച മാതൃക നമ്മൾ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തതേയുള്ളൂ. കാർഷിക ലോകം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെയും നമ്മൾ അതിജീവിക്കും. അതിന് എല്ലാവിധ പിന്തുണയും നൽകി സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും കർഷകർക്കൊപ്പമുണ്ട്. ഒപ്പം മഹാദുരന്തത്തെ അതിജീവിക്കാൻ കൈകോർത്ത നല്ലവരായ ജനങ്ങളും. കർഷകർ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രാഥമികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് ഒക്ടോബർ മാസം മുതൽ കാർഷിക മേഖലയിലേക്ക് ഒരു പുതിയ ഉണർവിന് വേണ്ടി കർഷകരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. കർഷകർക്ക് വേണ്ട ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ട നടപടിയിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. കൃഷി പുനരാരംഭിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് നൽകുന്നതാണ്. അത് നടീൽ വസ്തുക്കളാണെങ്കിലും അതുപോലെ തന്നെ വിത്താണെങ്കിലും കൃഷി സ്ഥലങ്ങൾ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളിലുള്ള സഹായങ്ങളാണെങ്കിൽ എല്ലാ രീതിയിലും കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ഗവൺമെൻറ് വരികയാണ്. കർഷകർക്കുള്ള കടങ്ങൾക്ക് മേലെ ഇപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്നതുപോലെ തന്നെ ഈ വരുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാം ഉയർത്തിക്കൊണ്ടുവന്ന പച്ചക്കറി ഉൽപ്പാദന മേഖലയിൽ നമുക്ക് ശക്തമായൊരു തിരിച്ചറിവിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക സർവകലാശാലയും ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കി പ്രളയാനന്തര കേരളത്തിൻ്റെ കാർഷിക മേഖലയെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാങ്കേതികമായ ഉപദേശ മാർഗ്ഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കാർഷിക മേഖലയെ പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്കും നമ്മൾ രൂപം നൽകുകയാണ്. നമ്മുടെ പ്ലാൻ സ്കീമിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് പ്രളയം ബാധിച്ചിരിക്കുന്ന 742 വരുന്ന വില്ലേജുകളിലെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി അവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ട സഹായങ്ങൾ നൽകി കൃഷിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ കൃഷി വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും മുന്നോട്ട് വരികയാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, കർഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ നിരാശപ്പെടേണ്ട സമയമല്ല ഇത്, നമ്മൾ ആശങ്കപ്പെടേണ്ട സമയമല്ല. നമ്മുടെ മണ്ണ് വാസ്തവത്തിൽ ഈ കൃഷി ഈ ഒരു പ്രളയം നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ സമ്മാനിച്ച പോലെ തന്നെ നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ ജൈവഘടനയെ തിരിച്ചു കൊണ്ടുവരുന്നതിലും ഈ പ്രളയം കർഷകരെ സഹായിക്കുന്നുണ്ട് എന്ന ഒരു പോസിറ്റീവായ കാര്യത്തെപ്പറ്റി കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം കുട്ടനാടൻ മേഖലയിലും തൃശ്ശൂർ പൊന്നാനി കോൾ മേഖലയിലും അങ്ങനെ പല പ്രദേശങ്ങളിലെയും മണ്ണിൻ്റെ ജൈവഘടന മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലുണ്ടായ ഈ ഒരു വെള്ളപ്പൊക്കം മൂലം ഒഴുകി വന്ന മലമട്ടും അതുപോലെ തന്നെ ഏക്കലും നമ്മുടെ കാർഷിക മേഖലയെ ഒരു സമ്പന്നമായ ഫലഭൂയിഷ്ടമായ ഒരു മണ്ണാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു ദുരിതാവസ്ഥയെ നാം അവസരമാക്കി കണ്ട് ശക്തമായ തിരിച്ചുവരവിന് വേണ്ടി പ്രിയപ്പെട്ട കർഷകരെല്ലാവരും തയ്യാറെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റും കൃഷി വകുപ്പും ശക്തമായി നമ്മുടെ കർഷകരുടെ കൂടെ ഉണ്ടാകും. നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമ്മുടെ കേരളം ഗ്രേയിൽ നിന്നും ഗ്രീനിലേക്കുള്ള ഉയർച്ചയിലാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും സർവകലാശാലയും സർക്കാരും എല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. എല്ലാ കർഷകരുടെയും സഹകരണം ഉണ്ടാകണം, മനസ്സുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.